സുഹൃത്തുക്കളെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് അഭിഭാഷക വൃന്ദം. കാരണം അവരുടെ പ്രൊഫഷൻ അങ്ങനെയാണ്. കാരണം ഓരോ നിയമപ്രശ്നം വരുമ്പോൾ ഉൾപ്പെടെ അതിൽ കോടതിയുടെ മുമ്പിൽ, ജഡ്ജിമാരുടെ മുമ്പിൽ ചെന്ന് വാദിച്ച് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാക്കുന്നതിലൂടെ വലിയ പ്രശസ്തിയിലേക്കൊക്കെ ഉയരുന്ന ഒരു വിഭാഗമാണ് അഭിഭാഷകർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർണായകമായിട്ടുള്ള ഒരു വിഭാഗമാണ് അഭിഭാഷക വൃന്ദം. നമ്മളൊരുപാട് പ്രശസ്തരായിട്ടുള്ള അഭിഭാഷകരെ കുറിച്ചിട്ട് അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. വലിയ സ്വാധീനമാണ് ആ അർത്ഥത്തിൽ അവർക്ക് സമൂഹത്തിലുള്ളത്. സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു വൃന്ദമാണ് അഭിഭാഷക വൃന്ദം. എന്നാൽ അഭിഭാഷക വൃന്ദത്തെക്കുറിച്ചിട്ട് ഒരുപാട് ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. അവരൊരുപാട് സ്വാധീനത്തിന് വഴങ്ങുന്നുവെന്നും അവരൊരുപാട് സ്വാർത്ഥ താല്പര്യത്തിനും നിക്ഷിപ്ത താല്പര്യത്തിനുമൊക്കെ വഴങ്ങുന്നുവെന്നും ഒക്കെയുള്ള ആരോപണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. ആരോപണങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു സംഭവം 2023 ഉണ്ടായി. അതെന്തായിരുന്നു? കേരളത്തിലെ അഭിഭാഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായിട്ടുള്ള കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിരുന്ന സൈബി ജോസ് കിടങ്ങൂർ എന്ന് പറഞ്ഞ ഒരു അഭിഭാഷകൻ അനുകൂല വിധി കിട്ടുന്നതിന് ഹൈക്കോടതി ന്യായാധിപർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ള അതിഗുരുതരമായിട്ടുള്ളൊരു ആരോപണം 2023 തുടക്കം മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. അപ്പോൾ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാന സംഘടനയാണെന്ന് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ ഹൈക്കോർട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് ഏതാണ്ട് 8000-ഓളം വരുന്ന അഭിഭാഷകരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു കൊണ്ടാണ് ഈ സൈബി ജോസ് ഈ ആരോപണം കേട്ടത്. ആ ആരോപണം ശരിക്കും പുറത്തേക്ക് കൊണ്ടുവന്നത് ഹൈക്കോടതിയിൽ ഒരു ന്യായാധിപനായിരുന്നു. PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു ജഡ്ജാണ് ആരോപണം ഇങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം തന്നെ പുറത്തു കൊണ്ടുവന്നു. അത് അന്വേഷിക്കാൻ അവിടെ ഇവിടെയൊക്കെ ഏൽപ്പിച്ചു. ഹൈക്കോടതി അന്വേഷിച്ചു, പിന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു. ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കുമ്പോഴത്തേക്കും കേസുകൾ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ച മറ്റൊരു കേസായിട്ട് അത് ചവറ്റുകൊട്ടയിൽ ചെന്ന് അവസാനിച്ചു. ഇപ്പോൾ ആരോപണത്തെക്കുറിച്ചിട്ട് ജഡ്ജിമാരും ഒന്നും പറയുന്നില്ല, എല്ലാവരും അതിനെക്കുറിച്ച് മറന്നുപോയി. കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ അന്വേഷിക്കുന്നുണ്ട്, IB അന്വേഷിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. സൈബി ജോസ് കിടങ്ങൂർ എന്ന് പറഞ്ഞ അഭിഭാഷകനെ കുറ്റവിമുക്തനാക്കി. അയാൾ ഏതാനും ദിവസം ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് തിരിച്ചു വന്നു. അതിനുശേഷമായിട്ട് കാലാവധി കഴിഞ്ഞു അയാൾ പോയി. എന്തായാലും അത് അന്തരീക്ഷത്തിൽ വിലയും പ്രാപിച്ചു. ഈ അതിഗുരുതരമായിട്ടുള്ള ആരോപണത്തെക്കുറിച്ചിട്ട് ഇപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. ജഡ്ജിമാർക്കും പരാതിയില്ല, ആർക്കും പരാതിയില്ല, അഭിഭാഷകർക്കൊന്നും പരാതിയില്ല. അതിൻ്റെ വഴിക്ക് പോയി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം അതുമായി ബന്ധപ്പെട്ടൊരു കോടതിയലക്ഷ്യ കേസിന് വിധേയനായ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നാളെ എൻ്റെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വീണ്ടും വരും എന്ന് മാത്രമേ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് ഇപ്പോൾ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാനതങ്ങ് പൂർണ്ണമായി വിട്ടു എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വിട്ടിട്ടില്ല എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. എന്തായാലും ഇങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ കേട്ടു. സുഹൃത്തുക്കളെ, അതിനുശേഷം കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ എന്ന് പറയുന്നത് CPMൻ്റെ ഒരു സ്വാധീനത്തിലുള്ളൊരു സംഘടനയാണ്. ആ സംഘടനയുടെ തലപ്പത്ത് വരുന്നവർ CPMൻ്റെ ആശീർവാദത്തോടു കൂടിയുള്ളവരായിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സ്വാധീന ശക്തിയുള്ള ഒരു അസോസിയേഷനാണ്. അസോസിയേഷൻ്റെ പ്രസിഡന്റ് ചീഫ് ജസ്റ്റിസിൻ്റെ ഓഫീസിലും മറ്റ് ജഡ്ജിമാരുടെ ഓഫീസിലും ഒക്കെ എപ്പോഴും കയറി ഇറങ്ങാം. ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും കയറി ഇറങ്ങുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി കയറി ഇറങ്ങാം. അവർ നടത്തുന്ന യോഗങ്ങളിൽ ചീഫ് ജസ്റ്റിസും മറ്റു മന്ത്രിമാരൊക്കെ ഒന്ന് പങ്കെടുത്തിട്ട് പോകാറുണ്ട്. അപ്പോൾ വലിയ ക്ലൗട്ടുള്ളൊരു സംഘടനയാണ് കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ അത് CPMൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു സംഘടനയാണ്. CPM തീരുമാനിക്കുന്നവരാണ് അവിടെ ജയിക്കുക എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം CPMൻ്റെ സ്വാധീനം നമുക്കറിയാമല്ലോ. തൂണിലും തുരുമ്പിലുമുള്ളൊരു പാർട്ടിയാണ് CPM. ഹൈക്കോർട്ടിലൊക്കെ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടിയാണ് CPM. പക്ഷേ അത്ഭുതകരമെന്ന് തോന്നട്ടെ, ഈ ഈ പുതിയ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പുതിയ ഒരു കൂട്ടം ആളുകൾ അധികാരത്തിൽ വന്നു. അത് വന്ന ആ പുതിയ സാരഥികൾ വന്നപ്പോൾ അവരെ പരിശോധിച്ചപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോയത്. ഷെൽ ഷോക്ക്ഡ്, ടേക്കൺ എ ബാക്ക് എന്നൊക്കെ പറയാം. എന്താണെന്ന് ചോദിച്ചാൽ, കേരള ഹൈക്കോടതിയിൽ ഏറ്റവും ഈ പറഞ്ഞതുപോലെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ഈ പറഞ്ഞതുപോലെ ഈ ധൈര്യത്തിൻ്റെ ഒരാൾ രൂപമായ, ജഡ്ജിമാർ തെറ്റ് ചെയ്താൽ പോലും ഈ പറഞ്ഞ പോലെ കോളിംഗ് ദ സ്പെയ്ഡ് എ സ്പെയ്ഡ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു അഭിഭാഷകൻ ആ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ തലപ്പത്ത് വന്നു എന്നുള്ള സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ.
അഭിഭാഷകൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമെന്ന് പറയുന്നത് ന്യായാധിപർ തെറ്റു ചെയ്താലും ആ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ധൈര്യമുള്ള, ഇച്ഛാശക്തിയുള്ള, ആർജവമുള്ള ഒരു അഭിഭാഷകനാണ് അവിടെ ജയിച്ചത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പാനലും ജയിച്ചു. ആ അഭിഭാഷകനെ കുറിച്ചിട്ട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ആ അഭിഭാഷകനെ നമ്മൾ അഭിഭാഷകരും ജനങ്ങളും പൂർണ്ണ മനസ്സോടുകൂടി പിന്തുണയ്ക്കണമെന്ന് പറയാൻ വേണം ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നു. സുഹൃത്തുക്കളെ, ആ അഭിഭാഷകൻ്റെ പേര് അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി എന്നാണ്. എനിക്കൊന്ന് mid-40s, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രായം. അദ്ദേഹമാണ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആ അഭിഭാഷകൻ ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നിയമവ്യവസ്ഥയിലൊക്കെയുള്ള വിശ്വാസം കൂടുതൽ അചഞ്ചലമാക്കും ആ നിലപാട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എനിക്ക് ആ അഭിഭാഷകനെ കുറിച്ചിട്ട് ഒരു ചില കാര്യങ്ങൾ വിശദമായി പറയാനും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഭിഭാഷകന് നമ്മൾ സർവ്വവിധത്തിലുള്ള പിന്തുണ നൽകണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, ആ അഭിഭാഷകനുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളൊരു സംഭവം ഞാൻ ചുരുക്കി പറയാം നിങ്ങൾക്ക്. അതായത് 2016 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഒരു ഉത്തരവിറക്കി. 15/1/2016 ഒരു ഓഫീസ് മെമ്മോറാണ്. അതായത് പാറമടകളുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു ഓഫീസ് മെമ്മോറാണ്. അതിൽ പറയുന്നത് പാറമടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 ഹെക്ടറിൽ കൂടുതലുള്ളതായാലും 5 ഹെക്ടറിൽ കുറവുള്ളതായാലും പാറമടകൾ പ്രവർത്തിക്കണമെങ്കിൽ പരിസ്ഥിതി അനുവാദം വേണം എന്നുള്ള ഒരു ഉത്തരവാണ് 15/1/2016 കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് ഇറങ്ങിയത്. എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്തെ പഴങ്ങനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് MD കുര്യാക്കോസ് നടത്തുന്ന ഒരു ക്വാറി ഉണ്ടായിരുന്നു. ആ ക്വാറിക്ക് ഞാൻ മുകളിൽ പറഞ്ഞ ആ ഉത്തരവ് പ്രകാരമുള്ള പരിസ്ഥിതി അനുമതി ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഈ പാറമടയ്ക്കടുത്ത് താമസിക്കുന്ന ഒരു സ്ഥലവാസി, അദ്ദേഹത്തിൻ്റെ പേര് ഷെഫി ജോസഫ് എന്നാണ്, പുത്തൻപുരയ്ക്കൽ ഹൗസ്, അദ്ദേഹം 2017 നാഷണൽ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ട് പറഞ്ഞു 15/1/2016 ഇറങ്ങിയിട്ടുള്ള ഉത്തരവ് പ്രകാരം ഈ MD കുര്യാക്കോസ് എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന പാറമടയ്ക്ക് പരിസ്ഥിതി അനുമതിയില്ല എന്ന് പറഞ്ഞു. ഈ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഈ കേസ് ദീർഘമായി കേൾക്കുകയും പല വിധിന്യായങ്ങൾ പരിശോധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഈ പാറമട, അത് കൊച്ചിൻ ഗ്രാനൈറ്റ്സ് എന്നാണ് പേര്, അത് അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പാറമടയ്ക്കെതിരെ കേസ് കൊടുത്ത ആ വ്യക്തിയുടെ കേസ് അംഗീകരിക്കുകയും അവിടെ അനധികൃതമായി പ്രവർത്തിച്ച ഈ പാറമട നഷ്ടപരിഹാരം നൽകണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എൻവയോൺമെൻറ്റൽ കോമ്പൻസേഷൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 10-20 കോടി രൂപയുടെ പരിസ്ഥിതി നഷ്ടപരിഹാരം നൽകണം എന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ 27/5/2001 സുപ്രധാനമായിട്ടുള്ള വിധിയിലൂടെ അവർ പ്രഖ്യാപിച്ചത്. ഇതിനെതിരായിട്ട് ഈ കൊച്ചിൻ ഗ്രാനൈറ്റ്സിൻ്റെ ഉടമ, അതായത് ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഓർഡറിനെതിരെ ഈ MD കുര്യാക്കോസ് എന്ന് പറഞ്ഞ കൊച്ചിൻ ഗ്രാനൈറ്റ്സിൻ്റെ ഉടമ, അദ്ദേഹം അപ്പീൽ സമർപ്പിച്ചു സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി ആ അപ്പീൽ പരിശോധിച്ചതിന് ശേഷം 16/8/2021 പറഞ്ഞു ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ആ ഉത്തരവ് നിലനിൽക്കും. ദർ ഈസ് നോ എറർ ഓഫ് ഫാക്ട് ഓർ ലോ ഇൻ ദി ഓർഡർ ഓഫ് ദി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞുകൊണ്ട് ഹരിത ട്രിബ്യൂണലിൻ്റെ ആ അപ്പീൽ വിധിന്യായം നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ ഗ്രാനൈറ്റ്സിൻ്റെ ഉടമയായിട്ടുള്ള MD കുര്യാക്കോസ് നൽകിയ അപ്പീൽ തള്ളിക്കളഞ്ഞു. ഇത് തള്ളിക്കളഞ്ഞതിനെ തുടർന്ന് ഈ MD കുര്യാക്കോസ് എന്ത് ചെയ്തു? അയാൾ സുപ്രീം കോടതിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. അയാൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിവ്യൂ പെറ്റീഷനും 14/12/2021 സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു. അപ്പോൾ അയാളുടെ പാറമട അനധികൃതമാണെന്നുള്ള ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് 1 അല്ല 2 തവണ സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ കുര്യാക്കോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കൊച്ചിൻ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പാറമട അനധികൃതമാണെന്ന് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം 1 അല്ല 2 തവണ അവർ ഉത്തരവിറക്കി. എന്നിട്ട് അതിനെ തുടർന്ന് എന്ത് ചെയ്തു? അതിനെ തുടർന്ന് എന്താ സംഭവിച്ചതെന്നറിയാമോ? കേരള സർക്കാർ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെതിരായി
ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അത് 13/221/2022 എന്ന് പറഞ്ഞൊരു സാധനമാണ്. അതെന്താണ്? ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്, അതിനെ ചലഞ്ച് ചെയ്യുന്നതുകൊണ്ട് കേരള ഗവൺമെൻറ് ഒരു കേസ് ഫയൽ ചെയ്യുകയാണ്. അതൊരിക്കലും കേരള ഗവൺമെൻറ് ഫയൽ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താ? ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് നിലനിൽക്കുന്നതാണെന്ന് 2 തവണ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠം തീരുമാനിച്ചിട്ടുള്ളതാണ് സുഹൃത്തുക്കളെ. അങ്ങനെ പരമോന്നത നീതിപീഠം തീരുമാനിച്ചാൽ അത് ഇന്ത്യയിലെ എല്ലാ കോടതികളും അംഗീകരിക്കണം എന്നുള്ളതാണ് ഭരണഘടനയിലെ 141 വകുപ്പ് പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഈ പാറമട, കൊച്ചിൻ ഗ്രാനൈറ്റ്സ് എന്ന് പറഞ്ഞ പാറമടയ്ക്കെതിരായി ഉള്ള 2 വിധികളും മറച്ചു വെച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് പാറമടകൾക്ക് അനുകൂലമായി അവരുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ടൊരു ഒരു കേസ് കൊടുക്കുകയാണ്. അവിടെ എന്താ സംഭവിച്ചതെന്നറിയാമോ? കേരള ഹൈക്കോടതി ആ വിധിന്യായം റദ്ദാക്കുകയാണ്. എന്നാലോചിച്ച് നോക്കണം നമ്മൾ. സുപ്രീം കോടതിയിൽ 1-2 തവണ ഈ പാറമടയുടെ ഉടമ ചെല്ലുകയും ആ 2 തവണ കേട്ടിട്ടും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് ശരിയാണ്, ഈ കൊച്ചിൻ ഗ്രാനൈറ്റ്സിൻ്റെ ഉടമ അനധികൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് സുപ്രീം കോടതി പറഞ്ഞ ആ ഉത്തരവ് കേരള ഹൈക്കോടതി എന്ത് ചെയ്യുന്നു? കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി, ആ ജഡ്ജിയുടെ പേര് ഞാനിവിടെ പറയുന്നില്ല, അയാൾ ആ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഓർഡർ തള്ളിക്കളയുകയാണ്. എന്തൊരു അബദ്ധമാണെന്ന് ആലോചിച്ച് നോക്കും. സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ് കേരള ഹൈക്കോടതി. ആർക്ക് വേണ്ടി? പാറമടക്കാരൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നു. ആ സ്റ്റേ ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ടുള്ള ആ ധീരനായിട്ടുള്ള അഭിഭാഷകൻ യശ്വന്ത് ഷേണായി ആ വിഷയത്തിൽ ഇടപെടുകയാണ്. ഇടപെട്ടിട്ട് എന്ത് ചെയ്തു? അദ്ദേഹം ഈ വിഷയത്തിൽ തന്നെ കക്ഷി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ്. ആ ഇംപ്ലീഡിംഗ് പെറ്റീഷനിൽ അദ്ദേഹം പറഞ്ഞത് ഈ കൊച്ചിൻ ഗ്രാനൈറ്റ്സിൻ്റെ പാറമടയുടെ പ്രവർത്തനം അനധികൃതമാണെന്ന് 1-2 തവണ സുപ്രീം കോടതി തീരുമാനിച്ചതാണ്. ആ സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്ത ഹൈക്കോടതിയുടെ തീരുമാനം തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യശ്വന്ത് ഷേണായി കേരള ഹൈക്കോടതിയിലൊരു ഇടപെടൽ ഹർജി, ഒരു ഇംപ്ലീഡിംഗ് പെറ്റീഷൻ കൊടുക്കുന്നത്. ആ ഹർജി കേട്ട വേറൊരു അഭിഭാഷകൻ്റെയൊക്കെ പേരെൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്, പക്ഷേ ഞാനത് പുറത്ത് പറയുന്നില്ല. ആ അഭിഭാഷകൻ്റെ വാദം കേട്ട ജഡ്ജിയുടെ പേരെൻ്റെ കയ്യിലിവിടെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. ഒരു ജഡ്ജി എന്ത് ചെയ്യുന്നു? യശ്വന്ത് ഷേണായിയുടെ വാദഗതി കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ലോക്കസ് സ്റ്റാൻഡി ഇല്ല, അതായത് ഈ അപേക്ഷ നൽകാനുള്ള അവകാശം അദ്ദേഹത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് യശ്വന്ത് ഷേണായി കേരള ഹൈക്കോടതിയുടെ മുന്നിൽ കൊണ്ടുവന്ന ഏറ്റവും പരമപ്രധാനമായിട്ട് ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. സുഹൃത്തുക്കളെ, എന്നാലോചിച്ച് നോക്കും നമ്മൾ. അപ്പോൾ ഒരു ജഡ്ജി ഈ തെറ്റായ സുപ്രീം കോടതിയുടെ വിധിക്കെതിരായിട്ട് വിധി പ്രഖ്യാപിക്കുന്നു. അത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടൊരു അഭിഭാഷകൻ ചെല്ലുമ്പോൾ ആ വാദം തെറ്റാണ്, ആ അഭിഭാഷകൻ അത് പറയാനുള്ള ലോക്കസ് സ്റ്റാൻഡി ഇല്ല എന്ന് വേറൊരു ജഡ്ജി പറയുന്നത്. അപ്പോൾ കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർ സുപ്രീം കോടതി തീരുമാനത്തിനെതിരെ നിലപാടെടുക്കുന്നു. ആലോചിച്ച് എത്ര ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണെന്ന്. അതിനെ തുടർന്ന് യശ്വന്ത് ഷേണായി എന്ത് ചെയ്തു? യശ്വന്ത് ഷേണായി ഈ വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. 5563/2023 എന്ന് പറഞ്ഞ സ്പെഷ്യൽ ലീവ് അപ്പീലിൻ്റെ ഭാഗമായി ഈ ഗുരുതരമായിട്ടുള്ള കേരള ഹൈക്കോടതിയിലെ ഈ 2 ജഡ്ജിമാർ കാണിച്ചിട്ടുള്ള ഈ ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം യശ്വന്ത് ഷേണായി സുപ്രീം കോടതിയുടെ ശ്രദ്ധപ്പെടുത്തി. സുപ്രീം കോടതിയിൽ യശ്വന്ത് ഷേണായി ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയപ്പോൾ അത് പരിഗണിച്ച സുപ്രീം കോടതി അതിരൂക്ഷമായ ഭാഷയിൽ ഹൈക്കോടതിയുടെ തീരുമാനത്തെ എതിർത്തു. എന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് ദാറ്റ് ദ പ്രൊസീഡിങ്സ് ബിഫോർ ദ ഹൈക്കോർട്ട് are conducted on a day-to-day basis and the interim order passed by the High Court staying the order passed by the NGT dated 27/5/2021 has been issued and shall be in the teeth of the order passed by this court dismissing the appeal as well as the review.
അതാണ് ഷാൽ ബി ഇൻ ദ ടീത്ത് ഓഫ് ദ ഓർഡർ പാസ്ഡ് ബൈ ദിസ് കോർട്ട് ഡിസ്മിസിങ് ദ അപ്പീൽ ആസ് ദ റിവ്യൂ. എന്നിട്ട് ഹൈക്കോടതി എന്ത് പറഞ്ഞു? ആൻഡ് ഡയറക്റ്റഡ് ടു കമ്മ്യൂണിക്കേറ്റ് ദ ഓർഡർ to the Registrar of High Court of Kerala and place this order before the High Court in the pending proceedings. ആലോചിച്ച് നോക്കണം. ഇത് ഹൈക്കോടതിയിൽ ഇത് എടുക്കുന്ന ഈ തീരുമാനം തെറ്റാണെന്നുള്ള വിഷയം കേരള ഹൈക്കോടതി അറിയാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുന്നു. ആ വിഷയം ഇപ്പോഴും ഹൈക്കോടതിയുടെ മുന്നിൽ കിടക്കുകയാണ്. അതിപ്പോൾ വരും ദിവസങ്ങളിൽ അത് പരിഗണിക്കപ്പെടും എന്നാണ് പറയുന്നത്. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യശ്വന്ത് ഷേണായിക്ക് ലോക്കൽ സ്റ്റാൻഡി ഇല്ല എന്ന് പറഞ്ഞ ജഡ്ജിൻ്റെ മുന്നിൽ ആ കേസ് വന്നു. ആ ജഡ്ജി ആ കേസിൽ റിക്യൂസ് ചെയ്തു, കേൾക്കാതെ പിന്മാറി. അത് പിന്നീട് വേറൊരു ജഡ്ജിൻ്റെ മുന്നിൽ പോയി, അദ്ദേഹവും ആ കേസ് കേൾക്കാതെ പിന്മാറി. ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ വേറൊരു ജഡ്ജിൻ്റെ മുന്നിൽ ആ കേസ് വന്ന് നിൽക്കുകയാണ്. അതിൽ അന്തിമമായിട്ടൊരു തീരുമാനം എടുത്തിട്ടില്ല. ഈ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തീരുമാനം എടുക്കുമെന്നുള്ളത് നമുക്കറിയില്ല. സുഹൃത്തുക്കളെ, എനിക്കിതിനകത്ത് സൂചിപ്പിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്താ? സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങൾ അന്തിമമാണെന്നിരിക്കെ അത് ലംഘിക്കുന്ന ഹൈക്കോടതിയിലെ ചില ജഡ്ജിമാരുടെ നിലപാടിനെതിരെ ധൈര്യത്തോടുകൂടി, ആർജവത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി രംഗത്ത് വരാൻ ധൈര്യം കാണിച്ച ആളാണ് യശ്വന്ത് ഷേണായി എന്ന് പറയുന്ന ആ യുവ അഭിഭാഷകൻ. ആ യുവ അഭിഭാഷകൻ ആണ് ഇപ്പോൾ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ നമുക്ക് വളരെയധികം അഭിമാനിക്കാൻ അവകാശമില്ലേ സുഹൃത്തുക്കളെ? ആ അഭിഭാഷകൻ ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പം എടുത്തിരിക്കുന്ന നിലപാടും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടി പറയാൻ നിർത്തിയില്ല. കാരണം എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കേരള ഹൈക്കോടതിയുടെ ഓഫീസ് സമുച്ചയം മുഴുവൻ ഒരു കാരണവുമില്ലാതെ കളമശ്ശേരിയിലേക്ക് മാറ്റാനുള്ള ആ തെറ്റായ തീരുമാനത്തിനെതിരെ യശ്വന്ത് ഷേണായിയുടെ നേതൃത്വത്തിൽ കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് രംഗത്ത് നിൽക്കുകയാണ്. കാര്യകാരണ സഹിതം യശ്വന്ത് ഷേണായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് അങ്ങോട്ട് മാറ്റുന്നത് തെറ്റാണ്, അതിൽ അഴിമതി സാധ്യതകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിലും ശക്തമായ നിലപാടുമായി മുന്നിൽ നിൽക്കുകയാണ് യശ്വന്ത് ഷേണായി. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ നീട്ടുന്നില്ല. യശ്വന്ത് ഷേണായി എന്ന് പറയുന്ന ഈ അഭിഭാഷകൻ, അല്ലെങ്കിൽ ഈ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ ഈ പ്രസിഡൻറ്റ്, അഭിഭാഷക വൃന്ദത്തിന് അല്ലെങ്കിൽ അഭിഭാഷകരുടെ സമൂഹത്തിന് അഭിമാനിക്കാൻ എല്ലാ അർത്ഥത്തിലും വക നൽകുന്ന ഒരു അഭിഭാഷകനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെപ്പോലെയൊക്കെ ഉള്ള സമൂഹത്തിലെ അനീതികൾക്കെതിരെ പോരാടുന്ന പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും ഊർജവുമാണ് യശ്വന്ത് ഷേണായി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനായിട്ടുള്ള അഭിഭാഷകൻ നമുക്ക് തരുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായി എന്ന് പറയുമ്പോൾ കേരള ഹൈക്കോർട്ടിലെ പ്രവർത്തിക്കുന്ന അഭിഭാഷകരുടെ ഇടയിൽ അദ്ദേഹത്തിന് ഒരു ഭൂരിപക്ഷമുണ്ട് എന്നാണല്ലോ അത് കാണിക്കുന്നത്. അതും വളരെ നല്ല ഒരു സമീപനമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് യശ്വന്ത് ഷേണായി എന്ന് പറയുന്ന ഈ അഭിഭാഷകന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാ പിന്തുണയും ഈ വീഡിയോയിലൂടെ നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് യശ്വന്ത് ഷേണായി ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഇച്ഛാശക്തിയുള്ള ഈ പറഞ്ഞ പോലെ സ്ഥൈര്യത്തോടു കൂടിയുള്ള ഈ സമീപനം അദ്ദേഹം തുടരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് അഭിഭാഷക വൃന്ദത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും സർവ്വവിധ പിന്തുണയും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ് എന്ന് പറയാനും എനിക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ല.